ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ദുരന്ത വാർത്തയാണ് കർണാടകയിൽ ഡ്രൈവറും കണ്ടക്ടറും മരിക്കാനിടയായ ഒരു സംഭവം. KSRTCയുടെ ഈ ദുരന്ത വാർത്തയിൽ KSRTC ഡീലക്സ് ബസ് ഓടിച്ചിരുന്നത് താൽക്കാലിക ഡ്രൈവറാണ്. ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് KSRTC അട്ടിമറിച്ചു എന്നതാണ് സാഹചര്യം. സ്ഥിരം ജീവനക്കാരിൽ സീനിയോറിറ്റി ഉള്ളവർ ഇല്ലെങ്കിൽ എംപാനിലെ പരിചയസമ്പന്നരെ ഉപയോഗിക്കണമെന്ന ഉത്തരവും ഇക്കാര്യത്തിൽ നടപ്പിലായിട്ടില്ല. ഉത്തരവിൻ്റെ പകർപ്പ് ന്യൂസ് 8 ലഭിച്ചു. വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് KSRTCയിൽ നിന്നും ഇന്നലെ 21:30 ബാംഗ്ലൂർ സർവീസ് പോയ ഞങ്ങളുടെ 2 സഹപ്രവർത്തകർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെ 21:30 ബാംഗ്ലൂരിലേക്ക് മാനന്തവാടി കുട്ട വഴി സർവീസ് പോയ ബസ്സിലെ ഡീലക്സ് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇന്നലെ ബിഡ്ദിയിൽ വെച്ച് ആക്സിഡൻ്റായിട്ട് മരിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് യാത്രക്കാർക്ക് പരിക്ക് പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡ്രൈവർ ഒരു നൈറ്റ് മുഴുവൻ ഉറക്കമൊഴിച്ച് ഓടിച്ചിട്ട് വേണം ബാംഗ്ലൂർ എത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. മൈസൂർ യാത്ര കഴിഞ്ഞ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഡ്രൈവർ മിഥിലേഷ് ബംഗളൂരുവിന് പോയതെന്ന് സുഹൃത്ത് അനൂപും പറയുന്നു. ഞാൻ മൈസൂർ പോയി രാവിലെ എത്തിയിട്ടുള്ളൂ. രാവിലെ എത്തി, പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ട് 9:30 നമ്മളാണ് ട്രിപ്പ് പോയത്. പിന്നെ രാവിലെ അറിയണ മറ്റേ സംഭവമൊക്കെ പല ഡ്യൂട്ടി ഉണ്ടാവില്ല. അവന് രാവിലെ ഉണ്ടാവും, നൈറ്റൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ എന്താ ഇത് അറിയില്ല. അവന് മൈസൂർ പോയി വന്നാണല്ലോ. പിന്നെ ഒരു ദിവസം ലീവാണ്. തലേന്ന് പോയാൽ മതി. പിന്നെ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാവാം അപകട കാരണമെന്നതാണ് ഇപ്പോഴുള്ള പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ KSRTCയുടെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഏറെ ഗുരുതരമായ, കേരളം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് നമുക്ക് മുന്നിൽ വീണ്ടും ഉണ്ടാകുന്നത്. KSRTCയിലെ അധിക ഡ്യൂട്ടി സംബന്ധിച്ച് മുമ്പും ആക്ഷേപമുണ്ട്. ഉറക്കമില്ലാതെ വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറോ കണ്ടക്ടറോ മാത്രമല്ല, ഒരു ബസ്സിലെ മുഴുവൻ യാത്രക്കാർ കൂടിയാണ്. ഗുരുതരമായ കൃത്യവിലോപം സംഭവിച്ചത് എങ്ങനെ എന്നത് ആ സ്റ്റേഷനിലെ ബന്ധപ്പെട്ടവരാണോ അതിൻ്റെ ഉത്തരവാദികൾ? എങ്ങനെയാണ് ഇക്കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചത്? സജിത്ത്, ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ഈ സൂപ്പർ ഡീലക്സ് എക്സ്പ്രസിന്റെ യാത്ര ആരംഭിച്ചത്. ഇത് രാവിലെ ഏതാണ്ട് 6:45 ആയപ്പോൾ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് ഹൈവേയിൽ ബിഡദിക്ക് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട വാഹനം ഈ വശത്തുള്ള സൈൻ ബോർഡ് ഇടിക്കുകയും അവിടെ ഇടിച്ച് മറിയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപകടത്തിൽ തന്നെ അപ്പോൾ തന്നെ കണ്ടക്ടറും ഡ്രൈവർക്കും ജീവൻ നഷ്ടമായി. 20ഓളം യാത്രക്കാർക്ക് പരിക്ക് പറ്റുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിൽ 3-4 പേരുടെ നില ഗുരുതരമായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അത്ര സാരമായ പരിക്കുകളല്ല അവർക്കുണ്ടായത് എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെല്ലാം ബിഡദിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ നമുക്കറിയാം, പലപ്പോഴും വാഹനങ്ങൾ KSRTC മറ്റുമൊക്കെ അപകടത്തിൽപ്പെടുന്നത് സാധാരണയാണ് ദൂര യാത്രകളിൽ. പക്ഷേ ഇവിടെ കൃത്യമായി പല ചട്ടങ്ങളും ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ KSRTC തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള പല സർക്കുലറുകളും നടപ്പിലായില്ല എന്നതാണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ജീവനക്കാർ അടക്കം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. വിജിലൻസ് വിഭാഗം ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന വീഴ്ച മൈസൂരിനുള്ള ഒരു ദീർഘദൂര ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ മിഥിലേഷ് എന്നതാണ്. അദ്ദേഹം രാവിലെ വന്ന ആൾ ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി വീണ്ടും അടുത്ത ട്രിപ്പ് എടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ ദിവസം വിശ്രമം കിട്ടിയില്ല എന്നാണ് അവരുടെ ബന്ധുക്കളടക്കം പരാതിപ്പെടുന്നത്. ഒരുപക്ഷെ അടുത്ത ദിവസമാണ് ഡ്യൂട്ടിക്ക് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിശ്രമം ലഭിക്കുകയും 7-8 മണിക്കൂർ തുടർച്ചയായി ഓടിക്കേണ്ട ഒരു സ്ഥലമാണ്. അതും താമരശ്ശേരി ചുരമൊക്കെ കഴിഞ്ഞ് വയനാട്ടിലൂടെ കുട്ടയിലെ ദുർഘടമേറിയ പാതകളൊക്കെ കഴിഞ്ഞ് ആ രീതിയിൽ വേണം ബംഗളൂരുവിലേക്ക് എത്താൻ. അതുകൊണ്ട് അത്തരം ഒരു ട്രിപ്പിൽ പോകുമ്പോൾ അതിന് മതിയായ വിശ്രമം അനിവാര്യമായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പരിചയം ഒരുപാട് ഈ സ്വകാര്യ ബസ് കോഴിക്കോട് നഗരത്തിലൊക്കെ ഓടിച്ചിട്ടുള്ള ആളാണെങ്കിലും ഇത്തരം ദീർഘദൂര ട്രിപ്പുകളിൽ KSRTC നിഷ്കർഷിക്കുന്ന ഒരു പരിചയസമ്പന്നത അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയായി ഇതിൽ ഏറ്റവും പ്രധാനം, ഇത്തരം ദീർഘദൂര സർവീസുകളിൽ KSRTCയുടെ ഏറ്റവും സ്ഥിര നിയമനത്തിലുള്ള ഏറ്റവും സീനിയറായ ആളുകളെ നിയോഗിക്കണമെന്നതാണ് ആദ്യത്തേത്. ആ സർക്കുലറാണ് നമ്മൾ പുറത്ത് കാണിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്, ഈ എംപാനൽ ഭാഗത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ എംപാനലിലെയും ഏറ്റവും സീനിയറായ
ഡ്രൈവർമാരെയാണ് പരിഗണിക്കേണ്ടതെന്ന് പറയുന്നു. ഇദ്ദേഹം ബദലി രീതിയിലുള്ള, അതായത് എംപാനലുകാരെയൊക്കെ പിരിച്ചുവിട്ടപ്പോൾ മറ്റൊരു മാർഗത്തിലൂടെ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഏതാനും മാസങ്ങൾ മാത്രമേ അദ്ദേഹം സർവീസിൽ കയറിയിട്ടുമായുള്ളൂ. അങ്ങനെ ഒരാളെ ഉറക്കം പോലും പൂർണ്ണമായി തീർക്കാതെ അടുത്ത ട്രിപ്പിന് വിട്ടത് വലിയ ഒരു പിഴവെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഈ ദീർഘദൂര സർവീസുകളിൽ ഒരുപാട് കാലം മുതൽ മാധ്യമങ്ങളടക്കം മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഒരു ഡ്രൈവർ തന്നെ 10-15 മണിക്കൂറും അല്ലെങ്കിൽ 7-8 മണിക്കൂറും വാഹനം ഓടിക്കുമ്പോൾ അത് അപകടത്തിലേക്കുള്ളൊരു യാത്രയെ പലപ്പോഴും മാറുന്നു. ഒരുപാട് അപകടങ്ങൾ മുമ്പ് നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ KSRTC ബസ്സുകളിൽ ദീർഘദൂര സർവീസുകളിൽ പലപ്പോഴും ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതിയിലാണ് ജീവനക്കാരുള്ളത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വരുന്ന വണ്ടി ഒരുപക്ഷെ കോട്ടയത്തോ മൂവാറ്റുപുഴയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ഡ്രൈവർ കയറുകയും അവിടെ നിന്നും ആദ്യം ഓടിച്ച ആൾ കുറച്ചു നേരം വിശ്രമിക്കുന്നു, പിന്നീട് തൃശ്ശൂരൊക്കെ കഴിയുമ്പോൾ അടുത്ത്, അങ്ങനെ 2-3 തവണയായി ഈ ദീർഘദൂര സർവീസുകൾ പോകുമ്പോൾ രണ്ടുപേർക്കും വിശ്രമിക്കാൻ ആവശ്യമായ സമയവും കിട്ടും, അപകടങ്ങളടക്കം വളരെ കുറയുകയും ചെയ്യും. പക്ഷേ കോഴിക്കോട് ഡിപ്പോയിൽ പലപ്പോഴും ഇത്തരം ഡ്രൈവർ കണ്ടക്ടർ എന്ന രീതിയിൽ നടപ്പാക്കപ്പെടുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വണ്ടി ഏതാണ്ട് 7-8 മണിക്കൂർ എടുത്താണ് പലപ്പോഴും ബംഗളൂരുവിൽ ചെല്ലുന്നത്. പക്ഷേ അവിടെ മതിയായ റൊട്ടേഷൻ നടന്നില്ലെന്ന പരാതി വരുന്നുണ്ട്. അത് അനീഷ് സൂചിപ്പിച്ചതാണ്. കേരളം വീണ്ടും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. കൂടുതൽ ചർച്ചകൾ ആവശ്യമുള്ള ഒരു വിഷയം കൂടിയാണ്. മറ്റൊരു വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.